വെൽക്കം ബാക്ക് ടു a new series, My Garden Visitors, part number 2, Meet My Feathered Friends. ഒരു ഗാർഡനെ ജീവൻ നിറഞ്ഞതാക്കി നിലനിർത്തുന്നതിൽ പക്ഷികൾക്ക് വലിയൊരു പങ്കുണ്ട്. എൻ്റെ ഗാർഡനിലേക്ക് സൺബേഡും ടെയ്ലർ ബേഡും കരിയിലക്കിളിയും കാടുമുഴക്കിയും പൊന്മാനുമൊക്കെ സ്ഥിരമായി വരാറുണ്ട്. ഒരു ഗാർഡനിലേക്ക് പലതരം പക്ഷികൾ വരുന്നത് ആ ഗാർഡൻ ആരോഗ്യകരമായ ഒരു ആവാസ വ്യവസ്ഥയാണെന്നതിൻ്റെ സൂചന കൂടിയാണ്. ഇവിടെ കാണുന്ന ഈ കുഞ്ഞൻ സുന്ദരൻ ഇന്ത്യൻ സൺബേർഡ് പൂക്കളിലെ തേൻ കുടിക്കുമ്പോൾ ഒരു പൂവിൽ നിന്ന് മറ്റൊന്നിലേക്ക് പൂമ്പൊടി എത്തിക്കാനും ഇവൻ സഹായിക്കും. ടെയ്ലർ ബേഡും കരിയിലക്കിളിയും കാടുമുഴക്കിയും പോലെയുള്ള പക്ഷികൾ ചെടികൾക്ക് ദോഷം ചെയ്യുന്ന പുഴുക്കളെയും ചെറിയ കീടങ്ങളെയുമാണ് പ്രധാനമായും ഭക്ഷിക്കുന്നത്. ഓലയങ്ങാലിയും മഞ്ഞക്കറുപ്പനും പോലുള്ള പക്ഷികൾ പുഴുക്കളെ ഭക്ഷിക്കുകയും വിത്തുകൾ പരത്താൻ സഹായിക്കുകയും ചെയ്യുന്നു. പലവട്ടം ശ്രമിച്ചിട്ടും എൻ്റെ വീഡിയോയിൽ പെടാതെ മുങ്ങുന്ന ഒരാളുണ്ട്, പൊന്മാൻ. പക്ഷേ എൻ്റെ ഗപ്പികളുടെ എണ്ണം കുറയുന്നത് കാണുമ്പോൾ ഇവൻ ഇവിടുത്തെ സ്ഥിരം സന്ദർശകനാണെന്ന് എനിക്ക് മനസ്സിലാവും. അതും ഈ ഗാർഡനിലെ സ്വാഭാവിക ഭക്ഷ്യശൃംഖലയുടെ ഭാഗമാണ്. കാക്കകൾ പ്രകൃതിയുടെ ക്ലീനിങ് ടീമാണെങ്കിലും എൻ്റെ ഗപ്പിക്കുളം കണ്ടാൽ ഇവർക്കത് വേസ്റ്റ് കളക്ഷൻ പോയിന്റ് ആണെന്ന് തോന്നുന്നുണ്ടോ എന്തോ. ഇവരുടെ ക്ലീനിങ് സർവീസിൻ്റെ ബൈ പ്രൊഡക്റ്റ് ഇടയ്ക്കൊക്കെ എൻ്റെ ഗപ്പിക്കുളത്തിലാണ് ലാൻഡ് ചെയ്യുന്നത്. ചില പക്ഷികൾ പഴങ്ങൾ കഴിച്ച് വിത്തുകൾ പല സ്ഥലങ്ങളിലേക്കും എത്തിക്കും. അങ്ങനെ പുതിയ ചെടികൾ വളരാനും ഇവ സഹായിക്കുന്നു. അതുകൊണ്ട് പക്ഷികൾ എൻ്റെ ഗാർഡനിലെ സന്ദർശകർ മാത്രമല്ല, പ്രകൃതിയുടെ ചെറിയ ഗാർഡനേഴ്സ് കൂടിയാണ്. ഗാർഡനെ മനോഹരമാക്കാനും ആരോഗ്യത്തോടെ നിലനിർത്താനും ഇവർക്ക് വലിയൊരു പങ്കുണ്ട്. അതുകൊണ്ടാണ് ഇവരുടെ വരവ് ഞാൻ എന്നും കാത്തിരിക്കുന്നത്. ഒരു ചെറിയ കാര്യം, ഈ വീഡിയോയിലെ ചില ക്ലിപ്പുകൾക്ക് ക്ലാരിറ്റി കുറവായിരിക്കും. കാരണം ഇവയെ സ്വാഭാവികമായി ചിത്രീകരിക്കാനാണ് ഞാൻ ശ്രമിച്ചത്. അതുകൊണ്ട് തന്നെ ചില ഷോട്ടുകൾ ദൂരത്തു നിന്നെടുത്തതാണ്. പ്രതീക്ഷിക്കുന്നു നിങ്ങളത് മനസ്സിലാക്കുമെന്ന്.